ഖാലിദ് ബിൻ വലീദ് ലോക മുസ്ലിം ചരിത്രത്തിൽ ആവേശത്തിന്റെയും അഭിമാനത്തിന്റെയും ഉജ്ജ്വലനാമം. പരിശുദ്ധ നിബിതങ്ങൾ സൈഫുള്ള എന്ന് നാമകരണം ചെയ്ത മഹാവ്യക്തിത്വം. ഇസ്ലാമിക ചരിത്രത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ധീരതയുടെ പര്യായം. ഇസ്ലാമിന്റെ വിജയത്തിനായി സമാനതകളില്ലാത്ത സംഭാവനകൾ സമർപ്പിച്ച ഉന്നത പ്രതിഭ. പരാജയം അല്പം പോലും അനുഭവിക്കാത്ത ധീരയോദ്ധാവ്. ബാല്യകാലം തൊട്ടേ യുദ്ധത്തോട് അതിയായ താൽപര്യമുള്ള വ്യക്തിയായിരുന്ന അദ്ദേഹം ഇസ്ലാമാശ്ലേഷണത്തിനു മുമ്പ് ഉഹദിലും ഹുദൈബിയയിലും അവിശ്വാസി സൈന്യങ്ങളുടെ പടത്തലവനായിരുന്നു. ശരീരപ്രകൃതിയിലും മറ്റും ഉമർ ബിനുൽ ഖത്താബിനോട് സാദൃശ്യമുള്ളവരായിരുന്നു ഖാലിദ് ബിൻ വലീദ്. ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ്. അദ്ദേഹത്തിന്റെ വലീദ് എന്ന സഹോദരൻ മുമ്പേ ഇസ്ലാം മതം സ്വീകരിക്കുകയും നബിയോടുകൂടെ ഹിജ്റ പോയി അവിടെ താമസമാക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം ഖാലിദിനെ ഇസ്ലാമിന്റെ തീരത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിരന്തരം കത്തെഴുതാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഇപ്രകാരം എഴുതി: അങ്ങേയറ്റം ആഗ്രഹത്തോടെ നബിതങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു. സത്യമതത്തിൽ നിന്നുമുള്ള നിന്റെ ഈ അകൽച്ച നബിയെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. നീ നിന്റെ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കുകയും ഇസ്ലാമിലേക്ക് കടന്നുവരികയും ചെയ്യണം. ഇസ്ലാം സ്വീകരിക്കുകയെന്ന ദൃഢനിശ്ചയവുമായി ഖാലിദ് മദീനയിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അംറുബിനു ആസ്വ്, ഉസ്മാനുബിനു അബീ ത്വൽഹ എന്നിവരെ കണ്ടുമുട്ടി. അവരും മദീനയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. അവരെ കണ്ടമാത്രയിൽ നബി പറഞ്ഞു: മക്ക അതിന്റെ കരളിന്റെ കഷ്ണങ്ങളെ പുറപ്പെടുവിച്ചിരിക്കുന്നു. അവർ നബിയോട് സലാം പറഞ്ഞു. ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഖാലിദ് ഇസ്ലാം സ്വീകരിക്കുകയും മുൻകാല പാപങ്ങൾ പുറത്തുതരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഹിജ്റ 8-ാം വർഷം 3000 വരുന്ന മുസ്ലിം സൈന്യം 2 ലക്ഷം വരുന്ന റോമൻ സൈന്യവുമായി സിറിയയിലെ ബൽഖായിൽ വെച്ച് ഏറ്റുമുട്ടി. പ്രസ്തുത യുദ്ധത്തിൽ മുസ്ലിം സൈനിക മേധാവികളായ സയ്യിദുബ്നു ഹാരിസ, ജഅഫറുബ്നു അബീ ത്വാലിബ്, അബ്ദുല്ലാഹിബ്നു റവാഹ തുടങ്ങിയവർ ഷഹീദായി. തദവസരം മുസ്ലിംകൾ പരിഭ്രാന്തരാവുകയും നേതൃത്വം ഖാലിദിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അവസാനം അദാ പതാക അള്ളാഹുവിന്റെ ഖഡ്ഗങ്ങളിലൊന്നായ ഖാലിദ് ബിൻ വലീദിന്റെ കരങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് നബി മദീനയിൽ വെച്ച് പ്രഖ്യാപിച്ചു. അന്നുമുതൽ ഖാലിദ് ബിൻ വലീദ് അള്ളാഹുവിന്റെ വാൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിജയശ്രീലാളിതരായി തിരിച്ചുവന്ന മുസ്ലിംകളെ നബിതങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ഖലീഫമാരുടെ കാലത്തെ സേവനം. അബൂബക്കർ സിദ്ദിഖിന്റെ കാലത്ത് ഖാലിദ് ഇറാഖിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കെ സിറിയയിലെ മുസ്ലിംകളെ സഹായിക്കാൻ ഖലീഫ ആവശ്യപ്പെട്ടു. സാഹസികമായി മരുഭൂമി മുറിച്ചുകടന്ന അദ്ദേഹം സൈന്യത്തിന് ആവേശം പകർന്നു. നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ചില അറബ് ഗോത്രങ്ങൾ സകാത്ത് നൽകാൻ വിസമ്മതിക്കുകയും വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ അവരെ പ്രതിരോധിക്കുന്നതിൽ ഖാലിദ് വഹിച്ച പങ്ക് സ്തുത്യർഹമാണ്. ഉമർ ഖലീഫയായപ്പോൾ ഖാലിദിനെ നേതൃസ്ഥാനത്തുനിന്ന് നീക്കുകയും അബൂ ഉബൈദയെ പകരം നിയോഗിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഒരു സാധാരണ സൈനികനായി ജീവിതം നയിച്ചു. സ്ഥാനമാനങ്ങളല്ല, അള്ളാഹുവിന്റെ പ്രീതിയുടായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഖുറൈശ് ഗോത്രത്തിലെ ബനു മഖ്സൂം കുടുംബത്തിൽ വലീദാണ് പിതാവ്. മാതാവ് ലബാബ. നബിയുടെ പത്നി മൈമൂന ഖാലിദിന്റെ അമ്മായിയാണ്. ചെറുപ്പത്തിൽ ഖാലിദും ഉമറും തമ്മിൽ നടന്ന മൽപ്പിടുത്തത്തിൽ ഉമറിന്റെ ഒരു കാലൊടിഞ്ഞിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിംകൾക്കെതിരെ ഖാലിദ് കാണിച്ച യുദ്ധതന്ത്രം അവിശ്വസനീയമായിരുന്നു. മുസ്ലിംകൾ അശ്രദ്ധ കാണിച്ചപ്പോൾ ചുരത്തിലൂടെ പിന്നിലൂടെ കടന്നാക്രമിച്ച ഖാലിദ് യുദ്ധഗതി മാറ്റിമറിച്ചു. ഖന്തഖ് യുദ്ധത്തിലും ഹുദൈബിയ സന്ധിവേളയിലും അദ്ദേഹം ഖുറൈശികൾക്കായി കർക്കശ നിലപാടുകൾ എടുത്തിരുന്നു. തന്റെ ഇസ്ലാം സ്വീകരണത്തെക്കുറിച്ച് ഖാലിദ് തന്നെ പറയുന്നു: അള്ളാഹു എന്നോട് കരുണ കാണിച്ചു, ഇസ്ലാമിനോട് സ്നേഹം എന്റെ മനസ്സിലുദിപ്പിച്ചു. മക്കയിൽ മുസ്ലിംകൾ ഹജ്ജിനെത്തിയപ്പോൾ അവിടെ നിന്ന് മാറി നിന്ന ഖാലിദ് പിന്നീട് സഹോദരന്റെ കത്തിലൂടെയും സത്യത്തിന്റെ വശ്യതയിലൂടെയും മനം മാറുകയായിരുന്നു. നബി ഖാലിദിനോട് പറഞ്ഞു: താങ്കൾക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അത് താങ്കളെ നല്ല മാർഗത്തിലല്ലാതെ നയിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പരാജയം എന്തെന്നറിയാത്ത ഖാലിദ് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി ഹിജ്റ 21-ാം വർഷം ഇഹലോകത്തു നിന്നും വിട പറഞ്ഞു. സിറിയയിലെ ഹിംസിലായിരുന്നു അന്ത്യം. ജീവിതത്തിലുടനീളം ഷഹാദത്ത് കൊതിച്ച അദ്ദേഹം ഒരു യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കാൻ കഴിയാത്തതിലുള്ള സങ്കടത്തോടെയാണ് വിടവാങ്ങിയത്. അവസാന സമയത്ത് കേവലം ഒരു കുതിരയും വാളുമല്ലാതെ മറ്റൊന്നും തന്നെ അദ്ദേഹത്തിന് സ്വന്തമായുണ്ടായിരുന്നില്ല. ഉമർ ഖാലിദിനെക്കുറിച്ച് പറഞ്ഞു: ഖാലിദിനെപ്പോലെയുള്ള ധീരപുരുഷരെ പ്രസവിച്ച ഒരു മാതാവും ഈ ലോകത്തില്ല. വ്യാജപ്രവാചകന്മാർക്കെതിരെയുള്ള നീക്കം. ദുലൈഹബിന് ഖുവൈലിദിനെയും ശേഷം മാലിക് ബിൻ നുവൈറയെയും നേരിടാനാണ് ഖാലിദ് നിയോഗിക്കപ്പെട്ടത്. ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ദുലൈഹബിന് ഖുവൈലിദ് ഒരു മുസ്ലിമായിരുന്നു. പ്രവാചക തിരുമേനി അസുഖം ബാധിച്ച് കിടപ്പിലാണെന്നറിഞ്ഞപ്പോൾ ഇയാൾ പ്രവാചകവേഷം കെട്ടി രംഗത്തു വന്നു. ഈ വ്യാജപ്രവാചകനെതിരെ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നെങ്കിലും നബിയുടെ നിയോഗം നിമിത്തം അവരെ തിരിച്ചു വിളിക്കുകയായിരുന്നു. കിട്ടിയ സന്ദർഭം പാഴാക്കാതെ ദുലൈഹ് വചനങ്ങൾ രചിച്ചു. നിരവധി ഗോത്രങ്ങളെ തന്റെ സ്വാധീന വലയത്തിലാക്കി. പ്രസിദ്ധമായ തായ് ഗോത്രവും ഇയാളുടെ വലയിൽ കുടുങ്ങിയിരുന്നു. തായ് ഗോത്രത്തിന്റെ തിരിച്ചുവരവ്. ദുലൈഹ വമ്പിച്ചൊരു സൈന്യത്തെ ഒരുക്കി. നജിദിലെ ബസാഖ തടാകതീരത്താണ് ദുലൈഹയുടെ ക്യാമ്പ്.
പ്രസിദ്ധനായ ഹാത്തിംദായുടെ മകൻ അദി അപ്പോൾ മദീനയിലുണ്ടായിരുന്നു. അദിയോട് തന്റെ ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഖലീഫ അബൂബക്കർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അദി തന്റെ ഗോത്രക്കാരുമായി ബന്ധം പുലർത്തി. ദുലൈഹയുടെ ക്യാമ്പിലുള്ള ഗോത്രക്കാർ 3 ദിവസത്തെ അവധി ആവശ്യപ്പെട്ടു. തത്സമയം ഖാലിദ് സൈന്യസമേതം ബസാഖായിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. അദി ഓടിച്ചെന്ന് ഖാലിദിനെ തടഞ്ഞു. ഖാലിദ് 3 ദിവസം കാത്തു. അപ്പോഴേക്കും അദിയുടെ ഗോത്രം മുഴുവനും മുസ്ലിം പക്ഷത്ത് ചേർന്നു. ഇതോടെ ഖാലിദിന്റെ കൂടെയുള്ള സൈന്യത്തിന്റെ എണ്ണത്തിൽ 500 കൂടി. അദിയുടെ ശ്രമഫലമായി ജദീലാഗോത്രവും ഖാലിദിന്റെ പക്ഷത്ത് ചേർന്നു. അവരും 500 പേരുണ്ടായിരുന്നു. ബസാഖയിൽ വെച്ച് ഇരു സൈന്യവും ഏറ്റുമുട്ടി. കള്ളപ്രവാചകവാദി തന്റെ തമ്പിനു പുറത്ത് ഒരു തുണികൊണ്ട് മൂടിപ്പുതച്ചിരിക്കുകയായിരുന്നു. വഹീയിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഐനിയെയാണ് അയാളുടെ സൈന്യനായകന്മാരിൽ ഒരാൾ. അയാൾ ഓടിച്ചെന്ന് ദുലൈഹയോട് ചോദിച്ചു, വല്ല സന്ദേശവുമായി ജിബ്രീൽ ഇറങ്ങി വന്നോ? ഇല്ല എന്നായിരുന്നു മറുപടി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഐനിയ വീണ്ടും ദുലൈഹയുടെ അടുത്ത് ഓടിവന്നു. അതേ ചോദ്യം ആവർത്തിച്ചു. ദുലൈഹ ഇല്ലെന്ന് മറുപടി പറഞ്ഞു. യുദ്ധം തങ്ങൾക്കനുകൂലമല്ലെന്ന് കണ്ട് വീണ്ടും ഐനിയ ദുലൈഹയെ സമീപിച്ചു. ചോദ്യം ആവർത്തിച്ചു. ഇത്തവണ ആ വ്യാജപ്രവാചകൻ ഒരു കളവ് പറഞ്ഞു. അതെ, ജിബ്രീൽ അല്പസമയം മുമ്പ് എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. അവിസ്മരണീയമായ ഒരു സംഭവം നടക്കാൻ പോകുന്നതായി അറിയിച്ചു. ഇത് കേട്ട ഐനിയ പറഞ്ഞു, വളരെ ശരിയാണ്. തുടർന്നയാൾ 700ഓളം വരുന്ന തന്റെ ഗോത്രത്തിൽപ്പെട്ട ഭടന്മാരോട് വിളിച്ചു പറഞ്ഞു, അല്ലാഹുവാണേ, ഇയാളൊരു കളവ് പറയുന്ന ആളാണ്. നിങ്ങൾ എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചുപോകുക. നേതാവിന്റെ ആജ്ഞയനുസരിച്ച് എല്ലാവരും സ്ഥലം വിട്ടു. ഇത് കണ്ട മറ്റു ഗോത്രക്കാരും അവിടം വിട്ടു. ഗത്യന്തരമില്ലാതെ ദുലൈഹ ഭാര്യയെയും കുട്ടികളെയും കൂട്ടി സിറിയയിലേക്ക് പലായനം ചെയ്തു. കുറച്ചുകാലം ദുലൈഹ സിറിയയിൽ കഴിച്ചുകൂട്ടി. പിന്നീടയാൾ പശ്ചാത്തപിച്ച് ഇസ്ലാമിലേക്ക് മടങ്ങവേ ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് സിറിയൻ യുദ്ധത്തിൽ വെച്ചാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. ദുലൈഹയുടെ പരാജയം ഇസ്ലാമിനെതിരിൽ തിരിഞ്ഞ മറ്റു അയൽഗോത്രങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. അവർ ഖാലിദിനെ സമീപിച്ചു മാപ്പു പറഞ്ഞു. അദ്ദേഹം അവർക്ക് മാപ്പുകൊടുത്ത് ഇസ്ലാമിൽ ചേർത്തു. സൽമയുടെ നേതൃത്വത്തിലുള്ള കലാപം. ഖാലിദ് 1 മാസത്തോളം ബസാഖിയിൽ തങ്ങി. തത്സമയം സൽമ എന്ന ഒരു സ്ത്രീ ദുലൈഹയുടെ ഓടിപ്പോയ അനുയായികളെ ഒരുമിച്ചുകൂട്ടി അവർക്ക് ആവേശം പകർന്നു. അവൾ തന്നെ സൈന്യത്തിന് നേതൃത്വം നൽകി. വിഷമിച്ചാണെങ്കിലും മുസ്ലിം സൈന്യം അവരെ നേരിട്ട് പരാജയപ്പെടുത്തി. സൽമയെ വധിച്ചു. അങ്ങനെ ബനൂസദിന്റെ ശല്യം അവസാനിച്ചു. നബിയുടെ ജീവിതകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച ഗോത്രമാണ് ബനൂതമീം. മാലിക് ഇബ്നു നുവൈറ അവരുടെ ഒരു നേതാവായിരുന്നു. പ്രവാചകന്റെ വിയോഗത്തെ തുടർന്ന് അവരിൽ ചിലർ ഇസ്ലാം കൈയൊഴിച്ചു. ചിലർ സകാത്ത് നൽകാൻ വിസമ്മതിച്ചു. നികുതി നിഷേധകരുടെ നേതാവ് നുവൈറയായിരുന്നു. ബസാഖയിൽ നിന്ന് ഖാലിദ് നേരെ മാലികിനെ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്തു. ഖാലിദ് വരുന്നുണ്ടറിഞ്ഞ മാലിക് തന്റെ അനുയായികളെ ചെറുസംഘങ്ങളായി പിരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു. മാലിക് ബിൻ നുവൈറയുടെ ആസ്ഥാനമായ ബുത്തഹിൽ ഖാലിദും സൈന്യവുമെത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അവരെ കണ്ടുപിടിക്കാൻ ഖാലിദ് തന്റെ സൈന്യത്തെ പല സ്ഥലങ്ങളിലേക്കും അയച്ചു. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും വിസമ്മതിക്കുന്നവരെ തന്റെ മുമ്പിൽ ഹാജരാക്കാനും അദ്ദേഹം കൽപ്പിച്ചു. ഒരു സംഘം മുസ്ലിം സൈന്യം മാലിക് ബിൻ നുവൈറയെയും സംഘത്തെയും പിടികൂടി ഖാലിദിന്റെ മുമ്പിൽ ഹാജരാക്കി. ഇസ്ലാം സ്വീകരിക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടോ എന്നു ഖാലിദ് അവരെ പിടികൂടിയവരോട് ചോദിച്ചപ്പോൾ 2 അഭിപ്രായമുണ്ടായി. ബാങ്ക് വിളിക്കുമ്പോൾ അവർ പ്രത്യഭിവാദ്യം ചെയ്യുന്നത് തങ്ങൾ കേട്ടിട്ടില്ലെന്ന് ഒരു കൂട്ടരും, മാലിക്കിന്റെ ക്യാമ്പിൽ വെച്ച് ബാങ്കിന് പ്രത്യഭിവാദ്യം ചെയ്യുന്നത് തങ്ങൾ കേട്ടു എന്നു മറ്റൊരു കൂട്ടരും അറിയിച്ചു. പ്രമുഖ സ്വഹാബിയായ അബൂ ഖതാദ 2ാമത്തെ വിഭാഗത്തിൽപ്പെടുന്നു. ഏതായാലും ഖാലിദ് ഒരു തീരുമാനവും എടുക്കാനാവാതെ അന്നു രാത്രി അവരെ തടങ്കലിൽ വയ്ക്കാൻ കൽപ്പിച്ചു. അതിശൈത്യമുള്ള ആ രാത്രിയിൽ തണുത്തുകോച്ചി വിറക്കുന്ന തടവ്, പുള്ളികൾക്ക് കൊടുക്കാൻ വേറെ വസ്ത്രമൊന്നും കാണാതെ ഒരു ഭടൻ വന്നു. ഖാലിദിനോട് വിവരം പറഞ്ഞു. ശരി, അവരെ ചൂടാക്കുക എന്നു ഖാലിദ് പറഞ്ഞു. അവരെ ചൂടാക്കുക എന്ന അറബി പ്രയോഗത്തിന് 2 അർത്ഥം കൽപ്പിക്കാം. അവരെ ചൂടുപിടിക്കുക എന്നും അവരെ വാളിനിരയാക്കുക എന്നും അർത്ഥമുണ്ട്. കൽപ്പന തെറ്റായി ധരിച്ച് എല്ലാ തടവുപുള്ളികളെയും അയാൾ വാളിനിരയാക്കി. സംഭവം അറിഞ്ഞപ്പോൾ ഖാലിദ് പറഞ്ഞു, അല്ലാഹു ഒരു കാര്യം നിശ്ചയിച്ചാൽ എങ്ങനെയായാലും അത് നടക്കുക തന്നെ ചെയ്യും. തടവുപുള്ളികൾ വധിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അബൂ ഖതാദക്കു ദേഷ്യം വന്നു. അദ്ദേഹം ഖാലിദിനോട് ഒരു വാക്കുപോലും ഉരിയാടാതെ മദീനയിലേക്ക് ചെന്നു. ഖലീഫയോട് മലിക്കും സംഘവും അന്യായമായി കൊല ചെയ്യപ്പെട്ട കാര്യം ധരിപ്പിച്ചു. ഖലീഫ അവരുടെ കാര്യത്തിൽ സഹതപിച്ചെങ്കിലും അബൂ ഖതാദയെ ശാസിക്കുകയാണ് ചെയ്തത്. സൈന്യാധിപന്റെ അനുമതിയില്ലാതെ സൈന്യത്തിൽ നിന്ന് പോന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. ഖലീഫ അബൂബക്കർ വേഗം ചെന്നു ഖാലിദിന്റെ കൂടെ സേവിക്കാനാണ് കൽപ്പന നൽകിയത്. അബൂ ഖതാദ ഉടനെ പോയി സൈന്യത്തിൽ ചേരുകയും ചെയ്തു. വിവരം ഉമർ അറിഞ്ഞപ്പോൾ അദ്ദേഹം അബൂബക്കറിനോട് പറഞ്ഞു, ഖാലിദിന്റെ വാളിന് ധൃതി കൂടിപ്പോകുന്നു. സൈന്യദിവസ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ നീക്കി മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുന്നതാണ് നല്ലത്. ഈ നിർദ്ദേശം ഖലീഫക്ക് ഇഷ്ടപ്പെട്ടില്ല.
അദ്ദേഹം പറഞ്ഞു, ഇക്കാര്യത്തെക്കുറിച്ചു ഉമർ കൂടുതലൊന്നും പറയണ്ട. തെറ്റ് മനുഷ്യ സഹജമാണ്. ഖാലിദിനെപ്പറ്റി കുറ്റം പറയണ്ട. അദ്ദേഹം അല്ലാഹുവിന്റെ വാളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് എതിരെ വീശുന്ന വാൾ. അത് ഉറയിലിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഖലീഫ ഖാലിദിനെഴുതി അദ്ദേഹത്തെ മദീനയിലേക്ക് വിളിപ്പിച്ചു. ഖാലിദ് സംഗതിയുടെ യാഥാർത്ഥ്യം ഖലീഫയെ ബോധ്യപ്പെടുത്തി. ഖലീഫക്ക് തൃപ്തിയായി. കൊല്ലപ്പെട്ട മാലിക്കിന്റെയും അനുയായികളുടെയും കുടുംബത്തിന് പൊതു ഖജനാവിൽ നിന്ന് രക്തപ്പണം നൽകാൻ ഖലീഫ ഉത്തരവിട്ടു. ഖാലിദും സൈന്യവും യുദ്ധത്തിൽ നിന്ന് യുദ്ധത്തിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കും നീങ്ങുമ്പോൾ മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ സൈന്യത്തെ നേരിടാൻ മദീനയിൽ നിന്ന് ആജ്ഞ കിട്ടി. നേരത്തെ ഇക്രിമ ഇബ്നു അബീജഹലിന്റെ നേതൃത്വത്തിലെത്തിയ മുസ്ലിം സൈന്യത്തെ അനായാസം പരാജയപ്പെടുത്തിയതിൽ ഊറ്റം കൊള്ളുന്ന മുസൈലിമത്ത് ഖാലിദിന്റെ വരവറിഞ്ഞ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു ഒരുക്കി നിർത്തി. ഇരു സൈന്യവും യമാമയിൽ ഏറ്റുമുട്ടി. അതിനു മുമ്പ് ഷിർജിലിന്റെ പോഷക സൈന്യം ഖാലിദിന്റെ സഹായത്തിനെത്തി. മദീനയിൽ നിന്ന് വേറെയും പോഷക സൈന്യങ്ങൾ എത്തിച്ചേർന്നു. മുസൈലിമയുടെ കീഴിൽ 40,000 ഭടന്മാരാണ് അണിനിരന്നത്. യമാമയിലെ അഖറബ എന്ന സ്ഥലത്ത് ഇരു സൈന്യവും ഏറ്റുമുട്ടി. പൊരിഞ്ഞ പോരാട്ടം. മുസ്ലിം യോദ്ധാക്കൾ തുരുതുരെ മരിച്ചുവീണു. വിജയം വ്യാജപ്രവാചകന്റെ പക്ഷത്താണോ എന്നുപോലും തോന്നിപ്പിക്കുന്ന അവസ്ഥ. ശത്രുക്കൾ ഖാലിദിന്റെ തമ്പുവരെ കടന്നാക്രമിച്ചു. മുസ്ലിം സൈന്യം പിന്നോട്ട് ഗമിക്കുമ്പോൾ ഒരു മുസ്ലിം ഭടൻ വികാരഭരിതനായി വിളിച്ചു പറഞ്ഞു, അല്ലയോ മുസ്ലിംകളെ, ഇവിടെ നിങ്ങൾക്കൊരു ഉറച്ച നിലപാടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെ വെച്ചാണതിന് കഴിയുക? ഇതുകേട്ട് കൂടുതൽ ഉണർവോടെ മുസ്ലിം സൈന്യം പടവെട്ടി മുന്നേറി. ശത്രുക്കൾ ശക്തമായി തിരിച്ചാക്രമണം നടത്തി. ഉഗ്രയുദ്ധം മുസൈലിമതിന്റെ 100 കണക്കിന് ഭടന്മാരെ അരിഞ്ഞു വീഴ്ത്തി. എന്നിട്ടും ബനൂ ഹനീഫക്ക് യാതൊരു കൂസലുമില്ല. ശക്തിയായി ആക്രമണം തുടരുകയാണ്. മുസ്ലിം യോദ്ധാക്കൾ തുരുതുരെ മരിച്ചുവീണു. ഖാലിദിന്റെ കൂടാരം ശത്രുക്കൾ തകർക്കുകയും അദ്ദേഹത്തിന്റെ പത്നി അത്ഭുതകരമാം വിധം രക്ഷപ്പെടുകയുമുണ്ടായി. യുദ്ധഗതി ശത്രുക്കൾക്കനുകൂലമാണെന്ന് കണ്ട ഖാലിദ് ബിൻ വലീദ് സമീപത്തുള്ള ഒരു കുന്നിൻ പുറത്തുകയറി നിരീക്ഷണം നടത്തി. മുസ്ലിം സൈന്യത്തിൽ നവോന്മേഷമുണ്ടാക്കാൻ പറ്റിയ മാർഗം ചിന്തിച്ചു. ഒരു യുക്തി കണ്ടെത്തി. മുസ്ലിം സൈന്യത്തെ വെവ്വേറെ ഗ്രൂപ്പുകളായി തിരിച്ചു. ഓരോ ഗ്രൂപ്പുകളും വെവ്വേറെ നിൽക്കട്ടെ. ഓരോന്നിന്റെയും ത്യാഗങ്ങൾ ഇന്ന് വേർതിരിച്ചു കാണാൻ കഴിയണം, ഖാലിദ് കൽപ്പിച്ചു. മുഹാജിറുകളും അൻസാറുകളും വെവ്വേറെ നിന്നു. ഓരോ ഗോത്രക്കാരും പ്രത്യേകം വ്യൂഹങ്ങളായി. ആവേശവും മത്സരബുദ്ധിയും ഇത് വളർത്തി. ആരാണു കൂടുതൽ വീറോടെ പൊരുതുന്നതെന്നും ഏതുവഴിക്കാണ് പരാജയം നേരിടുന്നതെന്നും കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. ഈ തന്ത്രം കുറിക്കുകൊണ്ടു. ഖാലിദ് ബിൻ വലീദ് ശത്രുസൈന്യത്തിന്റെ മുന്നിൽ വന്നു വെല്ലുവിളിച്ചു, ഞാനാണ് ഖാലിദിന്റെ മകൻ, അമ്രിന്റെയും സൈദിന്റെയും സന്താനം. എന്നിട്ടദ്ദേഹം ശത്രുനിരയിലേക്ക് കുതിച്ചുകയറിക്കൊണ്ട് ഇങ്ങനെ പാടി, മുഖ്യന്മാരുടെ പുത്രനാണ് ഞാൻ, രക്തദാഹിയാണ് എന്റെ വാൾ, പ്രത്യേകിച്ച് അത് നിങ്ങളെ ആക്രമിക്കുമ്പോൾ. ഖാലിദിന്റെ ഇടതും വലതും 100 കണക്കിന് ഭടന്മാർ മുന്നേറിക്കൊണ്ടിരുന്നു. അത്ഭുതങ്ങൾ സൃഷ്ടിച്ച യുദ്ധതന്ത്രമായിരുന്നു അത്. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ശത്രുഭടന്മാരെ അരിഞ്ഞുവീഴ്ത്തി മുന്നേറാൻ മുസ്ലിം സൈന്യത്തിന് കഴിഞ്ഞു. ശത്രുസൈന്യം ഛിന്നഭിന്നമായി. ബനു ഹനീഫക്കാർക്കിടയിൽ അരാജകത്വം നടമാടി. ഖാലിദ് മുസൈലിമതിന്റെ അടുത്തെത്തി. അപ്പോഴേക്കും മുസൈലിമ ഓടിക്കളഞ്ഞു. അയാൾ ഓടുന്നത് കണ്ട് ബനു ഹനീഫ ഗോത്രക്കാരും ഓടാൻ തുടങ്ങി. ഖാലിദ് തന്റെ സൈന്യത്തോടു അവരെ പിന്തുടർന്നു പിടികൂടാൻ കൽപ്പിച്ചു. മുസൈലിമതും കുറച്ചനുയായികളും അടുത്തുള്ള ഒരു തോട്ടത്തിൽ കടന്ന് അതിന്റെ വാതിലുകൾ ബന്ധിച്ചു. പിന്തുടർന്നു വന്ന മുസ്ലിം സൈന്യം വാതിൽ തുറക്കാൻ നിർബന്ധിച്ചു. ഉഹുദിൽ ഹസ്രത്ത് ഹംസയെ വധിച്ചതിന് ഖേദം തീർക്കാൻ മുസൈലിമതിനെ തേടി നടക്കുകയാണ് വഹ്ഷി. അദ്ദേഹം വിദഗ്ധമായി തന്റെ ചാട്ടുളി മുസൈലിമത്തിന് നേരെ എറിഞ്ഞു. മുസൈലിത്തുൽ ഖദ്ദാബ് നിലത്തു വീണു, അന്ത്യശ്വാസം വലിച്ചു. അങ്ങനെയാണ് ആ വ്യാജപ്രവാചകന്റെ അന്ത്യം. പരാജിതരായ ബനു ഹനീഫ ഗോത്രക്കാർ അവരുടെ കോട്ടയിൽ കടന്നൊളിച്ചു. ഖാലിദ് കോട്ട ഉപരോധിച്ചു. അവർ മാപ്പു പറഞ്ഞു. എല്ലാവരും വീണ്ടും മുസ്ലിംകളായി. മദീനയിൽ വിജയവാർത്തയറിഞ്ഞ് ആഹ്ലാദഭരിതനായ ഖലീഫ അബൂബക്കർ അല്ലാഹുവിന് കൃതജ്ഞതാ നിസ്കാരം നിർവഹിച്ചു. മുസൈലിമത്തുൽ ഖദ്ദാബിന്റെയും മറ്റു വ്യാജ പ്രവാചകന്മാരുടെയും അന്ത്യത്തോടെ അറേബ്യയിൽ ഇസ്ലാം സുരക്ഷിതമായി. യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന ഖാലിദ് ബിൻ വലീദിന് ഖലീഫ അബൂബക്കറിൽ നിന്ന് പെട്ടെന്ന് നിർദ്ദേശം ലഭിച്ചു ഇറാഖിലേക്ക് പുറപ്പെടാൻ. പേർഷ്യ സാമ്രാജ്യം ഇറാഖിലേക്കും റോമാ സാമ്രാജ്യം സിറിയയിലും താവളമുറപ്പിച്ചു ഇസ്ലാമിനെതിരെ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അവിടങ്ങളിലെ അറബികളെ മുസ്ലിംകൾക്കെതിരെ തിരിച്ചുവിടാൻ മേൽപ്പറഞ്ഞ 2 സാമ്രാജ്യശക്തികളും കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടുകൊണ്ടു മുസന്നബിന് ഹാരിസ് എന്ന മുസ്ലിം മുഖ്യന്റെ കത്ത് ഖലീഫക്കു ലഭിച്ചു. ഇറാഖികളുടെയും ഇറാനികളുടെയും കയ്യേറ്റങ്ങളെ നേരിടാനാണ് ഖലീഫ അബൂബക്കർ ഖാലിദിനെയും സൈന്യത്തെയും അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഹിജ്റ 12 മുഹറം മാസത്തിൽ ഖാലിദിന്റെ സൈന്യം പേർഷ്യൻ മേഖല ലക്ഷ്യമാക്കി നീങ്ങി. ഇറാഖിന്റെ തെക്കേ അതിർത്തിയിലുള്ള അബലയിൽ വെച്ച് ഏറ്റുമുട്ടാനുള്ള തയ്യാറെടുപ്പോടെ ഖാലിദിന്റെ സൈന്യവും അയാസിബിനു ഗനമിന്റെ നേതൃത്വത്തിൽ വടക്കൻ അതിർത്തിയിലെ മാസഖിൽ മറ്റൊരു സൈന്യവും തമ്പടിച്ചു. ഹുർമുസ് ആയിരുന്നു അബലയിലെ ഇറാനിയൻ സൈനിക മേധാവി. ആക്രമണം തുടങ്ങുന്നതിനു മുമ്പ് ഖാലിദ് ഹുർമുസിന് ഒരു സന്ദേശമയച്ചു.
താങ്കൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെറുതെ വിടാം, അല്ലെങ്കിൽ ജിസ്യ തരാൻ സമ്മതിക്കുക. അപ്രകാരം ചെയ്താൽ നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷണത്തിലാവും. രണ്ടിനും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതത്തിനുത്തരവാദി നിങ്ങൾ തന്നെയാവും. നിങ്ങൾ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നതുപോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ജനസമൂഹത്തെ ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. കത്ത് ഹുർമുസ് അവഗണിച്ചെങ്കിലും ഖാലിദിന്റെ വചനങ്ങൾ പൊള്ളയല്ലെന്നയാൾക്കറിയാമായിരുന്നു. പോഷകസേനയെ ഉടനെ അയക്കാനാവശ്യപ്പെട്ടുകൊണ്ട് ഹുർമുസ് പേർഷ്യൻ രാജാവിന് സന്ദേശമയച്ച ശേഷം ഖാലിദിനെ നേരിടാൻ പുറപ്പെട്ടു. ഖാലിദ് ബിനു വലീദ്, ഉബല്ല, സദീർ, നജഫ്, ഖീറ, അൻബാർ എന്നീ പ്രദേശങ്ങൾ കീഴടക്കി കാസിമിയയിലെത്തുമ്പോഴേക്കും ഹുർമൂസിന്റെ സൈന്യം കാസിമിയയിലെ ജലപ്രവാഹമുള്ള സ്ഥലം കൈയടക്കി കഴിഞ്ഞിരുന്നു. വെള്ളം കിട്ടാൻ വിഷമമാണെന്നു മുസ്ലിംകൾക്ക് ബോധ്യമായി. ഖാലിദ് പറഞ്ഞു, മുസ്ലിംകളെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാര്യമാക്കേണ്ട, ആഞ്ഞടിക്കുക ആദ്യം, എന്നിട്ട് ശത്രുവിൽ നിന്ന് ജലപ്രവാഹ കേന്ദ്രം പിടിച്ചെടുക്കുക. ഇരുസൈന്യവും മുഖാമുഖം നിലയുറപ്പിച്ചു. ഹുർമുസ് മുന്നോട്ടു വന്ന് നേരിട്ടൊറ്റയ്ക്ക് ഏറ്റുമുട്ടുന്നതിന് ഖാലിദിനെ വെല്ലുവിളിച്ചു. ഖാലിദ് മുന്നോട്ടു വരുമ്പോൾ ചാടിവീണ് ആക്രമിക്കാൻ തന്റെ ചില ഭടന്മാർക്ക് ഹുർമുസ് മുൻകൂട്ടി കൽപ്പന കൊടുത്തിരുന്നു. ഖാലിദ് പെട്ടെന്ന് കുതിച്ചുവന്നു. ഹുർമുസിനെ ബലമായി പിടികൂടി. തൽക്ഷണം ഇറാനിയൻ ഭടന്മാർ ഖാലിദിന്റെ നേർക്കുപാഞ്ഞെടുത്തു. അപ്പോഴേക്കും ഖാലിദ് 2 പ്രഹരം കൊണ്ട് ഹുർമുസിനെ തറപറ്റിച്ച് അയാളുടെ തല കൊയ്തു. തൽക്ഷണം തന്നെ ഹുർമുസിന്റെ സഹായികളെ നേരിടാൻ മുസ്ലിം ഭടന്മാരിൽ ചിലർ മുന്നോട്ട് കുതിച്ചു. അവരെ മുഴുവനും അരിഞ്ഞു വീഴ്ത്തി. ഹുർമുസിന്റെ വധത്തോടെ പേർഷ്യൻ സൈന്യം പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. ശത്രുക്കൾ ഉപേക്ഷിച്ച വമ്പിച്ച യുദ്ധം മുതൽ മുസ്ലിം സൈന്യം പിടിച്ചെടുത്തു. ഹുർമുസിന്റെ കിരീടവും പേർഷ്യൻ സൈന്യം പരസ്പരം ബന്ധിപ്പിക്കാനുപയോഗിച്ച ഇരുമ്പു ചങ്ങലയും ഒരാനയും യുദ്ധമുതലിൽ ഉൾപ്പെട്ടിരുന്നു. ഖാലിദ് അവയെല്ലാം ഖലീഫയ്ക്ക് അയച്ചുകൊടുത്തു. എന്നാൽ ഖലീഫ ആനയും ഹുർമുസിന്റെ കിരീടവും ഖാലിദ് ബിൻ വലീദിന് സമ്മാനമായി തിരിച്ചയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഖറാന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വലിയ പേർഷ്യൻ സൈന്യം ഹുർമുസിന്റെ സഹായത്തിന് വന്നുകൊണ്ടിരുന്നു. വഴിക്കുവെച്ച് പിന്തിരിഞ്ഞോടുന്ന ഹുർമുസിന്റെ സൈന്യത്തെ അവർ സംഘടിപ്പിച്ചു ഖാലിദിനെ നേരിടാൻ പുറപ്പെട്ടു. ബസറക്കടുത്ത് വെച്ച് ഇരുസൈന്യവും ഏറ്റുമുട്ടി. 3 പേർഷ്യൻ പടത്തലവന്മാർ മുന്നോട്ടുവന്ന് മുസ്ലിം പടത്തലവന്മാരെ ഒറ്റക്ക് നേരിടാൻ വെല്ലുവിളിച്ചു. ഉടനെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം പടത്തലവന്മാർ രംഗത്തിറങ്ങി. നിമിഷങ്ങൾക്കകം 3 പേർഷ്യൻ പടത്തലവന്മാരും പോർക്കളത്തിൽ വീണുപിടഞ്ഞു. പിന്തിരിഞ്ഞോടിയ പേർഷ്യൻ സൈന്യത്തെ പിന്തുടർന്ന മുസ്ലിം സൈന്യം 10,000-കണക്കിന് ശത്രുഭടന്മാരെ കാലപുരിക്കയച്ചു. വമ്പിച്ച യുദ്ധമുതലുകളാണ് ഈ യുദ്ധത്തിൽ മുസ്ലിംകൾക്ക് ലഭിച്ചത്. അതിന്റെ 5-1 വിഹിതം മദീനയിലേക്കയച്ചു. ബാക്കിയുള്ളത് മുസ്ലിം ഭടന്മാർ പങ്കിട്ടെടുത്തു. വിലപിടിച്ച വസ്തുക്കൾക്ക് പുറമെ ഓരോ ഭടനും 30 കുതിരകൾ വീതം ലഭിച്ചു. 2 യുദ്ധത്തിലും പേർഷ്യൻ സൈന്യം പരാജയപ്പെട്ടപ്പോൾ പേർഷ്യൻ ചക്രവർത്തി ഉർച്ചർ അസ്വസ്ഥനായി. തന്റെ ഏറ്റവും പ്രസിദ്ധനായ സൈന്യാധിപൻ ബഹ്മാനെ അറബ് മുന്നേറ്റം തടയാൻ ചക്രവർത്തി നിയോഗിച്ചു. തിരമാലകൾ കണക്കെ ആർത്തിരമ്പുന്ന വമ്പിച്ചൊരു സൈന്യത്തെ ബഹ്മാൻ നയിച്ചു. വിവരമറിഞ്ഞു ഖാലിദ് വലിയൊരു സൈന്യസംഘത്തെ തന്റെ കൂടെ നിർത്തി. ശേഷിക്കുന്ന സൈന്യത്തെ അദ്ദേഹം 2ആയി തിരിച്ചു. ഓരോ വിഭാഗത്തെയും പ്രത്യേകം സൈന്യാധിപന്മാർ നയിച്ചു. ആവശ്യമായി വരുമ്പോൾ തന്റെ കീഴിലുള്ള പ്രധാന സൈന്യങ്ങളെ പോഷകവ്യൂഹങ്ങളായി ഇരുവിഭാഗത്തിനും വിട്ടുകൊടുത്തു. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വമ്പിച്ചതായിരുന്നു പേർഷ്യൻ സൈന്യം. മുസ്ലിം സൈന്യം അവരെക്കാൾ എത്രയോ മടങ്ങ് ചെറുതായിരുന്നു. മുസ്ലിം സൈന്യം പെട്ടെന്നാണ് ദ്വിമുഖാക്രമണം നടത്തിയത്. ഇരുവ്യൂഹവും നടത്തിയ മിന്നലാക്രമണത്തിൽ ഇറാനിയൻ സൈന്യം സ്തംഭിച്ചുപോയി. അതേസമയം ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള പ്രധാന സൈന്യം ചുഴലിക്കൊടുങ്കാറ്റുപോലെ പേർഷ്യൻ സൈന്യത്തിന്റെ മേൽ ഇരച്ചുകയറി. പരിഭ്രാന്തനായ പേർഷ്യൻ സൈന്യം പിന്തിരിഞ്ഞോടി. 1000-കണക്കിന് ഭടന്മാർ കൊല്ലപ്പെട്ടു. ഈ യുദ്ധത്തിൽ ഖാലിദ് പ്രദർശിപ്പിച്ച ധീരോദാത്തത പ്രത്യേകം പ്രശംസനീയമാണ്. ഒരു ഇറാനിയൻ പടത്തലവൻ തനിക്ക് 1000 പേരുടെ കരുത്തുണ്ടെന്നു അവകാശപ്പെട്ടിരുന്നു. ഖാലിദ് അയാളെ നേരിട്ട് ഒറ്റക്കേറ്റുമുട്ടാൻ വെല്ലുവിളിച്ചു. ഏതാനും നിമിഷം കൊണ്ട് ഖാലിദ് അയാളെ വെട്ടിത്താഴയിട്ടു. ഇതോടെ പേർഷ്യൻ സൈന്യത്തിന് മുസ്ലിം സൈന്യത്തിന്റെ കരുത്ത് ബോധ്യപ്പെട്ടു. അവർ യുദ്ധത്തിൽ കനത്ത പരാജയമേറ്റ് പിന്തിരിഞ്ഞോടി. അതിർത്തിയിലെ അറബ് രാജ്യങ്ങൾ പേർഷ്യൻ സംരക്ഷണത്തിലായിരുന്നു. ആ രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് അധികവും ക്രൈസ്തവ രാജാക്കന്മാരായിരുന്നു. ഈ രാജാക്കന്മാരെ മുസ്ലിം രാഷ്ട്രത്തിനെതിരിൽ തിരിച്ചുവിടാൻ പേർഷ്യൻ ചക്രവർത്തിക്ക് കഴിഞ്ഞു. ജഹാൻ എന്നു പേരായ പ്രശസ്തനായ ഇറാനിയൻ പടത്തലവനാണ് ഈ കാര്യത്തിനുവേണ്ടി നിയുക്തനായത്. ഇറാഖിലെ എല്ലാ അറബ് രാജാക്കന്മാരെയും തന്റെ കൊടിക്കീഴിൽ അണിനിരത്താൻ ജഹാന് കഴിഞ്ഞു. ജഹാന്റെ പരിപാടി അറിഞ്ഞ ഉടനെ ഖാലിദ് ബിൻ വലീദ് അവരെ നേരിടാൻ പുറപ്പെട്ടു. ശത്രു സൈന്യം ഉച്ചഭക്ഷണത്തിനിരിക്കുമ്പോൾ ഖാലിദിന്റെ സൈന്യം അവിടെയെത്തി. നമുക്ക് ആദ്യം മുസ്ലിംകളെ നേരിടാം, എന്നിട്ടാവാം ആഹാരമെന്നു ജഹാൻ പറഞ്ഞെങ്കിലും അറബ് രാജാക്കന്മാർ അതനുസരിച്ചില്ല. ഭക്ഷണം തയ്യാറാണ്, ആദ്യം നമുക്ക് അതിനോട് നീതി കാണിക്കാം, അതിനുശേഷം മുസ്ലിംകളെ നേരിടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അറബ് രാജാക്കന്മാർ പറഞ്ഞു. ഖാലിദ് ഒരു നിമിഷവും പാഴാക്കാതെ ആഞ്ഞടിച്ചു. അറബ് രാജാക്കന്മാർ ഭക്ഷണം വാരി വിഴുങ്ങുമ്പോൾ
പേർഷ്യൻ സൈന്യം പോർക്കളത്തിലേക്ക് കുതിക്കാൻ നിർബന്ധിതനായി. ഖാലിദ് സ്വതസിദ്ധമായ വീര്യത്തോടെ മുസ്ലിം സൈന്യത്തെ നയിച്ചു. ഞാൻ മുമ്പേ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നില്ലേ? ദൈവമേ, നാം ഭീകരമായൊരു ജനത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പരിശ്രമം മുമ്പൊരിക്കലും എന്റെ ജീവിതത്തിലുണ്ടായില്ല. ജാഹാൻ വിളിച്ചു കരഞ്ഞു. ഇത് കേട്ട് അറബ് രാജാക്കന്മാർ പറഞ്ഞു, അത്ര വലിയ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. ഭക്ഷണം അവിടെ കിടക്കട്ടെ, മുസ്ലിംകളെ വകവരുത്തിയ ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതുകേട്ട് ജാഹാൻ പറഞ്ഞു, ആർക്കറിയാം ആരാണ് ആ ഭക്ഷണം കഴിക്കുകയെന്ന്? നമ്മളോ അതോ ശത്രുവോ? നോക്കൂ, നമുക്കീ ഭക്ഷണത്തിൽ വിഷം കലർത്താം. നാം ജയിക്കുകയാണെങ്കിൽ അതൊരു വലിയ നഷ്ടമല്ല. മറിച്ച് മുസ്ലിംകളാണ് ജയിക്കുന്നതെങ്കിൽ വിഷം കലർന്ന ഭക്ഷണം അവരെ മുഴുവൻ കൊന്നൊടുക്കും. എന്നാൽ ജാഹാന്റെ ഈ നിർദ്ദേശം നിരസിക്കപ്പെട്ടു. പേർഷ്യൻ സൈന്യവും അറബ് സൈന്യവും ഖാലിദ് ബിനു വലീദിന്റെ മുസ്ലിം സൈന്യത്തെ നേരിടാൻ തയ്യാറായി മുന്നോട്ടുവന്നു. കടുത്ത പോരാട്ടം. പേർഷ്യൻ സൈന്യത്തിന് പോഷക സൈന്യം എത്തുമെന്നു പ്രതീക്ഷയുള്ളതുകൊണ്ട് കനത്ത പോരാട്ടം തുടങ്ങി. ഖാലിദും സൈന്യവും എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവസാനം വരെ പോരാടാൻ തയ്യാറായി. പേർഷ്യൻ അറബ് സൈന്യത്തിന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഖാലിദ് ബിനു വലീദിന് കടുത്ത ഒരു പ്രതിജ്ഞയെടുക്കേണ്ടി വന്നു. അദ്ദേഹം കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, നാഥാ, മുസ്ലിംകൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ അവിശ്വാസികളെ അരിഞ്ഞുതള്ളും. നിലത്ത് രക്തം ചാലിട്ടൊഴുകുവോളം കനത്ത അതിശക്തമായ പോരാട്ടത്തിനുശേഷം മുസ്ലിംകൾ ജയിച്ചു. അനന്തരം മുസ്ലിം സൈന്യം ശത്രുവിന്റെ ക്യാമ്പിൽ കടന്നു. അവിടെ ഭക്ഷണം അവരെ കാത്തുകിടക്കുകയായിരുന്നു. അവരതു ഭക്ഷിച്ചു. ഈ യുദ്ധവിജയത്തിലും വമ്പിച്ച സമ്പത്ത് മുസ്ലിംകൾക്ക് ലഭിച്ചു. അതിന്റെ 5-1 ഓഹരി മദീനയിലെ പൊതുഖജനാവിലേക്ക് അയച്ചു. മദീനയിൽ ഖലീഫയുടെ മുമ്പിൽ കുന്നുകൂട്ടിയ യുദ്ധം മുതൽ കണ്ട് ചുറ്റും കൂടിയവരോട് അബൂബക്കർ പറഞ്ഞു, നിങ്ങളുടെ സിംഹം മറ്റൊരു സിംഹത്തെ അതിന്റെ മടയിൽ വച്ചു തന്നെ ആക്രമിച്ചു തോൽപ്പിച്ചിരിക്കുന്നു. ഖാലിദിനെപ്പോലെ ഒരു നായകനെ ഒരു മാതാവും പ്രസവിച്ചിട്ടില്ല. ക്രൈസ്തവരുടെ അധീനതയിലുള്ള ഹീറയായിരുന്നു ഖാലിദിന്റെ അടുത്ത ഉന്നം. ബസ്രയുടെ 3 മൈൽ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ക്രിസ്തീയ അറബികളുടെ ശക്തികേന്ദ്രമായിരുന്നു. പേർഷ്യക്കാരുടെ സഹായത്തോടെയാണ് ഇവരും ഇസ്ലാമിനെ എതിർത്തിരുന്നത്. ഖാലിദിന്റെ സൈന്യം ഹീറയിൽ നിന്ന് മൈലുകൾ പുറം തമ്പടിച്ചു. ശത്രുക്കൾ കോട്ടവാതിലുകൾ ബന്ധിച്ചു. ഖാലിദ് തന്റെ സൈന്യത്തെ പല വിഭാഗങ്ങളായി തിരിച്ചു. ഓരോ വിഭാഗത്തെയും കോട്ടയുടെ ഓരോ ഭാഗത്ത് നിർത്തി ഉപരോധിച്ചു. കീഴടങ്ങുന്നവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അവർ നിരസിക്കുകയാണെങ്കിൽ ജിസ് നൽകിക്കൊണ്ട് മുസ്ലിം ആധിപത്യത്തിൽ കഴിയാൻ ആവശ്യപ്പെടണം. അതും അവർ തിരസ്കരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ യുദ്ധം തുടരുക. ഖാലിദിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ കാത്തിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ നേതാക്കൾ സമാധാനത്തിന് തയ്യാറില്ല. യുദ്ധം തുടങ്ങി. ചെറുത്തുനിൽക്കാൻ വിഷമമാണെന്ന് കണ്ട് ക്രിസ്ത്യാനികളുടെ നേതാക്കളിൽ 9 പേർ ഖാലിദുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായി. അദ്ദേഹം ഓരോരുത്തരോടും സംസാരിച്ചു. നിങ്ങളൊരു അറബിയല്ലേ, പിന്നെ സഹോദരന്മാരായ അറബികൾക്കെതിരിൽ ആയുധമേന്തുന്നതെന്തിന്? നിങ്ങളൊരു പേർഷ്യക്കാരനായാൽ പോലും നീതിയും നേർമാർഗവും ഇഷ്ടപ്പെടാതിരിക്കുമോ? ഇതേ ചോദ്യം അദ്ദേഹം 9 പേരോടും ചോദിച്ചു. ശേഷം നേരത്തെ ഉന്നയിച്ച രണ്ടാലൊരു സമാധാനമാർഗം മുന്നോട്ടുവച്ചു. ഏത് തെരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ ആളുകൾ ജീവിതത്തെ സ്നേഹിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. ഹീറ കീഴടങ്ങിയതോടെ അയൽരാഷ്ട്രങ്ങളിലെ രാജാക്കന്മാരും ജിസ്യ നൽകാൻ സന്നദ്ധരായി. ഇതോടെ ഇറാഖിന്റെ വലിയൊരു ഭാഗം മുസ്ലിം അധീനതയിലായി. എങ്കിലും പേർഷ്യൻ ഏജന്റുമാർ അറബികളെ ഇളക്കിവിട്ടുകൊണ്ടിരുന്നു. ഖാലിദ് ബിൻ വലീദ് അവ യുക്തിപൂർവം നേരിട്ടു. ഹീറയെ തലസ്ഥാനമാക്കിയാണ് ഇറാഖിൽ ഖാലിദ് ഭരണം തുടർന്നത്. അവിടെ നിന്നദ്ദേഹം സൈന്യങ്ങളെ പുതിയ മേഖലകൾ ജയിച്ചടക്കാൻ വിട്ടു. ഇറാഖിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം പ്രഗത്ഭരായ അധികാരികളെ നിയോഗിച്ചു. ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറാനും നീതിയും ന്യായവും ദീക്ഷിക്കുവാനും ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകം കൽപ്പനകൾ ഖാലിദ് പുറപ്പെടുവിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് നീതിയും കാരുണ്യവുമുള്ള ഭരണകൂടം കെട്ടിപ്പടുത്തു. ജനങ്ങൾ സന്തുഷ്ടരായി. തുടർന്ന് ഖാലിദ് ബിൻ വലീദ് പേർഷ്യൻ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പേർഷ്യൻ രാജാവിനും ഇറാനിയൻ സൈന്യാധിപന്മാർക്കും അദ്ദേഹം കത്തുകളയച്ചു. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഖാലിദ് ബിൻ വലീദ് പേർഷ്യൻ രാജകന്മാർക്ക് എഴുതുന്നത്: സന്മാർഗം പിന്തുടർന്നവർക്ക് സലാം. നിങ്ങളുടെ പരിവാരങ്ങളെ ശിഥിലമാക്കുകയും ആധിപത്യത്തെ തകർക്കുകയും തന്ത്രങ്ങളെ വിഫലമാക്കുകയും ചെയ്ത അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഞങ്ങളുടെ നിസ്കാരം നിലനിർത്തുകയും ഞങ്ങളുടെ ഖിബ്ലക്ക് നേരെ കുമ്പിടുകയും ചെയ്യുന്ന ഞങ്ങൾ അറുത്തത് തിന്നുകയും ചെയ്യുന്നവർ മുസ്ലിംകളാണ്. ഞങ്ങൾക്കുള്ള അവകാശങ്ങളും ബാധ്യതകളും അവർക്കുമുണ്ട്. അതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുക. ഞങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ രാജ്യത്തെയും വെറുതെ വിടാം. എന്റെ ഈ കത്ത് കിട്ടിയാൽ നിങ്ങൾ ജിസ്യ കൊടുത്തയക്കണം. ഇല്ലെങ്കിൽ ഏകാരാധ്യൻ സാക്ഷിയാണ്, നിങ്ങൾ ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന പോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ജനസമൂഹത്തെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുക തന്നെ ചെയ്യും. പേർഷ്യൻ ചക്രവർത്തിക്കുള്ള കത്തിലെ ഉള്ളടക്കമാണ് ഇത്. 2ാമത്തെ കത്ത് സൈന്യാധിപന്മാർക്ക് ഉള്ളതാണ്. അതിലിങ്ങനെ കാണാം: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഖാലിദ് ബിൻ വലീദ് ഇറാനിലെ മുഖ്യന്മാരെ അറിയിക്കുന്നത്:
ഇസ്ലാം സ്വീകരിക്കലാണ് നിങ്ങൾക്കുള്ള സുരക്ഷിത മാർഗം. രണ്ടാമത്തെ മാർഗം ജിസ് നൽകി ഞങ്ങളുടെ കീഴിൽ ജീവിക്കുക. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നതുപോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ജനസമൂഹം എന്നിന്റെ കൂടെയുണ്ട്. ഇറാഖിലെ പേർഷ്യൻ സൈന്യത്തലവന്മാർ തങ്ങളുടെ പിടിയിൽ ഇറാഖിനെ പിടിച്ചു നിർത്താൻ വ്യാപകമായ യുദ്ധസന്നാഹങ്ങൾ ചെയ്യുന്നുണ്ടെന്ന വിവരം കിട്ടിയപ്പോൾ ഖലീഫ അബൂബക്കർ ഖാലിദ് ബിൻ വലീദിന് തെക്കൻ ഇറാഖിൽ നിന്ന് ഉടനെ ആക്രമണം തുടങ്ങാൻ ഉത്തരവ് നൽകി. അയാസ് ബിൻ ഗാനമിനെ വടക്കൻ ഇറാഖിൽ നിന്ന് ആക്രമണം തുടങ്ങാൻ ഉത്തരവ് നൽകി. ഇരുവരും ഹീറയിൽ വെച്ച് സന്ധിക്കണമെന്നായിരുന്നു നിശ്ചയം. ഖാലിദ് ബിൻ വലീദ് കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ പടയോട്ടമാരംഭിച്ചു. പേർഷ്യക്കാരുടെ കിരാതഭരണം കൊണ്ട് വീർപ്പുമുട്ടിക്കഴിയുന്ന ദുർബല വിഭാഗങ്ങൾ എല്ലായിടങ്ങളിലും ഖാലിദിനെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്തു. പടയോട്ടം ആരംഭിക്കുന്നതിനു മുമ്പ് അദ്ദേഹം സൈന്യത്തിന് നൽകിയ നിർദ്ദേശം ഇതാണ്: കർഷകരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. നിർഭയമായി ജോലി ചെയ്യാൻ അവരെ അനുവദിക്കുക. അവയിലാരെങ്കിലും നിങ്ങളെ നേരിടാൻ വന്നാൽ അവരോട് മാത്രം യുദ്ധം ചെയ്യുക. ഖലീഫയുടെ കൽപ്പന നിറവേറ്റിക്കൊണ്ട് ഖാലിദ് ബിൻ വലീദ് ഹീറയിലെത്തിയെങ്കിലും അയാസ് വൈകിപ്പോയി. ദുമത്തുൽ ജുന്തലിൽ വെച്ച് അദ്ദേഹത്തിന് നിരവധി ഗോത്രക്കരെ നേരിടേണ്ടി വന്നു. സഹായത്തിനുവേണ്ടി അയാസ് ഖാലിദിനോട് അഭ്യർത്ഥിച്ചു. അതനുസരിച്ചു അദ്ദേഹം ഹീറയിൽ നിന്ന് വടക്കോട്ട് അയാസിനെ സഹായിക്കാൻ പുറപ്പെട്ടു. കുറച്ചു കാത്തിരിക്കുക, ഉഗ്രസിംഹങ്ങൾ ഒട്ടകപ്പുറത്ത് അവിടെ നിങ്ങളുടെ സഹായത്തിനെത്തും എന്നെഴുതിയ ഒരു കത്ത് ദൂതൻ വശം അയാസിനെത്തിച്ചു. വഴിക്കു വേറെയും പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതുണ്ടായിരുന്നു ഖാലിദിന്റെ സൈന്യത്തിന്. വഴിക്കു കാണുന്ന ശത്രുക്കളുടെ കോട്ടകളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ച് കീഴടക്കാതെ മുന്നോട്ടു പോകുന്നത് അബദ്ധാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ജാഗ്രതയോടെ മുന്നേറി. അംബർ കോട്ടയാണ് അദ്ദേഹം ആദ്യം കീഴടക്കിയത്. ഖാലിദിന്റെ ആഗമന വാർത്തയറിഞ്ഞ് അംബർ കോട്ടയുടെ അധിപൻ കോട്ടക്കകത്ത് കയറി വാതിലടച്ചു. കോട്ടയ്ക്കു ചുറ്റും ആഴമുള്ള കിടങ്ങുണ്ടായിരുന്നു. ഖാലിദിന്റെ സൈന്യം കോട്ട ഉപരോധിച്ചു. ഒരു ഘട്ടത്തിൽ കിടങ്ങിന്റെ വീതി കുറഞ്ഞ ഭാഗം നികത്തി മുസ്ലിം സൈന്യം കോട്ടയിൽ കടന്നു. ഇത് കണ്ട് അംബറെന്നു പോയ പേർഷ്യൻ ഭടന്മാർ കോട്ടയ്ക്ക് പുറത്തേക്ക് കുതിച്ചു യുദ്ധം ചെയ്തെങ്കിലും മുസ്ലിം സൈന്യം അംബർ കോട്ട കീഴടക്കി. അംബറിൽ നിന്ന് ഖാലിദിന്റെ സൈന്യം ഐനുത്തമീറിലേക്ക് കുതിച്ചു. മെഹ്റാൻ എന്നു പേരായ പ്രസിദ്ധ പേർഷ്യൻ സൈന്യാധിപനായിരുന്നു ഐനുത്തമീറിലെ അധിപൻ. അയൽപ്രദേശങ്ങളിലെ അറബ് ഗോത്രങ്ങളും മെഹ്റാനുവേണ്ടി യുദ്ധം ചെയ്യാൻ എത്തിയിരുന്നു. ഖാലിദ് വരുന്നുണ്ടെന്നറിഞ്ഞ് അറബ് ഗോത്ര സൈന്യങ്ങൾ മെഹ്റാനോട് പറഞ്ഞു: അറബ് സൈന്യത്തെ ഞങ്ങൾ നേരിട്ടുകൊള്ളാം. അവരുടെ യുദ്ധരീതികൾ ഞങ്ങൾക്കാണ് നന്നായറിയുക. ഈ നിർദ്ദേശം മെഹ്റാനും ഇഷ്ടമായി. പക്ഷെ ചില പേർഷ്യൻ സൈന്യത്തലവന്മാർ അതിനോട് വിയോജിച്ചു. അവരെ വകവയ്ക്കാതെ മെഹ്റാൻ പറഞ്ഞു: ഇതിൽ നമ്മുടെ സുരക്ഷിതം അടങ്ങിയിട്ടുണ്ട്. വമ്പിച്ച ഒരു ശത്രുവിനെയാണ് നാം നേരിടുന്നത്. നമ്മുടെ പ്രമുഖ യുദ്ധവീരന്മാരെയൊക്കെ ഖാലിദ് വെട്ടി വീഴ്ത്തിയിട്ടുണ്ട്. നമ്മുടെ അറബി സൈന്യം യുദ്ധത്തിൽ ജയിച്ചാൽ അതിന്റെ നേട്ടം നമുക്ക് തന്നെയാണ്. തോൽക്കുകയാണെങ്കിലും സാരമില്ല. ചുരുങ്ങിയതവർക്ക് ഖാലിദിന്റെ പടയെ ക്ഷീണിപ്പിക്കാനെങ്കിലും കഴിയും. അതുവരെ പങ്കെടുക്കാതെ വിശ്രമിക്കുന്ന നമ്മുടെ സൈന്യത്തിന് ഖാലിദിനെ എളുപ്പത്തിൽ നേരിടാനാവും. മെഹ്റാന്റെ അനുവാദത്തോടെ അറബ് സൈന്യം തയ്യാറെടുക്കുമ്പോഴേക്കും ഖാലിദിന്റെ സൈന്യം അവരുടെ മേൽ ചാടി വീണു. അറബി ഗോത്ര സൈന്യാധിപന്മാരെ മുഴുവൻ തടവുകാരായി പിടിച്ചു. പരാജയ വാർത്ത കേട്ട് മെഹ്റാൻ ഐനുത്തമീറിൽ നിന്ന് പലായനം ചെയ്തു. ഖാലിദ് കോട്ടയിൽ കടന്നു. അവിടെ മെഹ്റാൻ തടവിലിട്ടിരുന്ന മുസ്ലിംകളെ മുഴുവൻ മോചിപ്പിച്ചു. അല്പം വിശ്രമിക്കാനൊരുങ്ങുമ്പോൾ അയാസിന്റെ അടിയന്തര സഹായാഭ്യർത്ഥന വന്നു. ഖാലിദ് അതിനുള്ള മറുപടിയിൽ ഇങ്ങനെ എഴുതി: അല്പം കൂടി താമസിക്കൂ. മൂർഖന്മാരെയും വഹിച്ചുകൊണ്ട് ഒട്ടകങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.